ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നൊരു ബീട്രൂട്ട് പച്ചടി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണാം. തീർച്ചയായാലും എന്തായിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. മസ്റ്റായിട്ട് ഇഷ്ടപ്പെടും, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയിലേക്ക് നമ്മൾ പോയാലോ, ഇതിന് എന്തൊക്കെ ചേരുവകൾ ഒന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് നോക്കിയിട്ട് വരാം. അപ്പോൾ അതിനിതാ ഞാൻ ബീട്രൂട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചെറിയ ബീട്രൂട്ട് ആയതുകൊണ്ടാണ് 4 ബീട്രൂട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ വലിയ ബീട്രൂട്ടൊക്കെയാണ് 2 മതിയാവും. അപ്പോൾ 4 ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കരിവേപ്പിൻ്റെ ഇല്ലി, ഒരു 5-6 ഇല്ലി, ചെറിയ കഷ്ണം ഇഞ്ചി, 1/4 സ്പൂണ് കടുക്, 1/4 സ്പൂണ് ചെറിയ ജീരകം, 3 പച്ചമുളക്, പിന്നെ വേണ്ടത് 1 കപ്പ് തേങ്ങ പറഞ്ഞാൽ 1 മുറി തേങ്ങ ഒക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ നല്ല കട്ട തൈര്, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബീട്രൂട്ട് പച്ചടിക്കുള്ള ആവശ്യമുള്ള സാധനങ്ങൾ. അങ്ങനെ മിക്സിൻ്റെ ജാറിലോട്ട് നമ്മൾ തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ അരച്ചെടുക്കണം. പിന്നെ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി കട്ട് ചെയ്തിട്ടാണ് ആഡ് ചെയ്ത് കൊടുത്തത്. പിന്നെ വേണ്ടത് കരിവേപ്പ് ആഡ് ചെയ്ത് കൊടുത്തു. അതുപോലെ തന്നെ പച്ചമുളക് ഇങ്ങനെ പീസാക്കിയിട്ടാണ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തത്. പിന്നെ ചെറിയ ജീരകം, അതുപോലെ തന്നെ കടുക്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിതിലേക്ക് ആഡ് ചെയ്തിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ടാണ് ഇത് അടിച്ചെടുക്കുന്നത് നല്ല പേസ്റ്റ് രൂപത്തിൽ. അപ്പോൾ കൂടുതൽ വെള്ളം ഒഴിക്കരുത്, കുറച്ച് വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ. അങ്ങനെ ആവശ്യത്തിനുള്ള വെള്ളം പാട് അതിൽ ആഡ് ചെയ്തിട്ട് നമ്മൾ പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ തന്നെ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനി മാറ്റി വെക്കാം. നമുക്കിനി ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതാ ഇങ്ങനെയാണ് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഇതുപോലെ നമ്മൾ ബീട്രൂട്ട് ആക്കിയെടുത്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ ബീട്രൂട്ട് കുക്കായി കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് നല്ലത്. അല്ലെങ്കിൽ പിന്നെ ചെറുതാക്കി കട്ട് ചെയ്താലും കുഴപ്പമില്ല. അല്ലെങ്കിൽ ബീട്രൂട്ട് ഒന്ന് വലിയ പീസാക്കി വേവിച്ചെടുത്ത് കാണും, ഒന്ന് മിക്സിയിൽ അടിച്ച് കാണും. ഇതുപോലെ പച്ചടി ഉണ്ടാക്കട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ബീട്രൂട്ടൊക്കെ ഗ്രേറ്റ് ചെയ്തെടുത്തത്. പിന്നെ ഇത് വറവിടാനുള്ള സാധനങ്ങളാണ്. കടുക്, വറ്റൽമുളക്, കരിവേപ്പിൻ്റെ ഇല, പിന്നെ ഗ്രേറ്റ് ചെയ്ത് വെച്ച ബീട്രൂട്ട്. ഇനി അടുപ്പത്ത് നമ്മളൊരു പാത്രം വെച്ചിന്. ഇപ്പോൾ ഇതാ ചൂടായി വന്നപ്പോൾ നമ്മൾ അതിലേക്ക് ബീട്രൂട്ട് ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കൂടുതൽ വെള്ളം ഒഴിക്കരുത്, കുറച്ച് ഒഴിക്കാൻ പാടുള്ളൂ. വേഗം ബീട്രൂട്ട് കുക്കായി കിട്ടും. എന്നിട്ട് നമ്മളത് മൂടി വെച്ചിട്ടാണ് വേവിച്ചെടുക്കേണ്ടി. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തേങ്ങ അരക്കുമ്പോൾ അതിലും ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ ആഡ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ വെള്ളമൊക്കെ ചേർത്ത് ഉപ്പൊക്കെ ചേർത്തതിന് ശേഷം നന്നായി ഇളക്കിയതിന് ശേഷം ഇതാ നമ്മൾ മൂടി വെക്കുകയാണ്. ഞാനതാ ബീട്രൂട്ട് കുക്കായി വന്നിട്ടുണ്ട്. മൂടി ഓപ്പൺ ചെയ്തിട്ട് നമ്മളിതാ വീണ്ടും അത് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ ബീട്രൂട്ട് വേഗം കുക്കായി കിട്ടും. പിന്നെ ചെറിയൊരു തീയിലാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ വീണ്ടും ഒന്നും പാടെ ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ അതാ ബീട്രൂട്ടൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് തേങ്ങൻ്റെ അരപ്പ് ആഡ് ചെയ്യാം. തേങ്ങൻ്റെ അരപ്പ് ആഡ് ചെയ്തതിൻ്റെ ശേഷം പിന്നെ വല്ലാതെ തീ ഓവർ സ്പീഡിൽ കത്തിച്ചാണ് ഇങ്ങനെ വേവിച്ചെടുക്കണ്ട. ഒരു 1-1.5 മിനിറ്റ് വെച്ചാൽ മതി. അപ്പോൾ അത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടാണ് ഞാൻ തേങ്ങൻ്റെ അരപ്പ് ഇതിലേക്ക് ആഡ് ചെയ്യണത്. അപ്പോൾ അതാ ബീട്രൂട്ടൊക്കെ നന്നായി കുക്കായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ തേങ്ങ അരപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒരേ ലെവലിൽ തന്നെ ഒന്നായിട്ട് മിക്സ് ചെയ്ത് ചേർക്കണം. അപ്പോൾ തേങ്ങ ചേർത്തതിൻ്റെ ശേഷം പിന്നെ 1 മിനിറ്റോ 1.5 മിനിറ്റോ തേങ്ങ കുക്ക് ചെയ്യാൻ മതി. അപ്പോൾ അത്ര ഇതിന് വേവുള്ളൂ. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് നന്നായിട്ടാണ് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ ഇങ്ങനൊരു കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുട്ടികൾക്കും നല്ല ഇഷ്ടമാകും. കാരണം പൊതുവേ കുട്ടികൾക്കൊക്കെ കറിയൊക്കെ കൂട്ടാൻ മടിയുള്ളവർക്ക് ഇങ്ങനെ ബീട്രൂട്ട് പച്ചടിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുട്ടികൾ
അന്നത്തെ ദിവസം നല്ല ചോറൊക്കെ കഴിക്കും. കാരണം എന്താ പറഞ്ഞാൽ ഇത് ചോറ്റിലൊക്കെ കഴിക്കുമ്പോൾ നല്ല കളർ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് കണ്ടെങ്കിലും കുട്ടികൾ ഫുഡ് കഴിക്കും. അപ്പോൾ അത് നമ്മൾ വീട്ടിലൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്യണേ. ഇതൊരു മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ തൈര് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ തൈര് ജസ്റ്റ് ഒന്നിങ്ങനെ അടിച്ചെടുക്കണം കേട്ടോ. ഒന്നടിച്ചാൽ തന്നെ തൈര് പെട്ടെന്ന് കട്ടൊക്കെ വിട്ട് കിട്ടും. അപ്പോൾ തൈരൊക്കെ അടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നും പാടെ നമ്മൾ ബീട്രൂട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടാണുള്ളത്. കാരണം ഈ ചൂടിൽ തന്നെ നമുക്കിതിലോട്ട് തൈര് ആഡ് ചെയ്ത് കൊടുക്കാമെന്നാണ്. അപ്പോൾ അതാ നമ്മൾ അടിച്ച് വെച്ച തൈര് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒരേ ലെവലിൽ ആയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ അതാ തൈരൊക്കെ ആഡ് ചെയ്തതിൻ്റെ ദിവസം നന്നായിട്ട് മിക്സ് ചെയ്യണേ. കണ്ട അപ്പോൾ ഒരേ ലെവലിൽ തന്നെ മിക്സ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. പിന്നീട് നമ്മൾ ഗ്യാസൊന്നും കത്തിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ആ ഒരു ചൂടിന് തന്നെ നമ്മൾ തൈര് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. കണ്ടോ നല്ല കളറുണ്ട്. ക്യാമറയിൽ കാണുമ്പോൾ കളർ ഇങ്ങനെ കുറവായി തോന്നുകയാണ്. പക്ഷെ നല്ലൊരു കളർ തന്നെ ഉണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വറവിടാം. അപ്പോൾ അതാ ഒരു പാത്രം നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് കോക്കനട്ട് വെളിച്ചെണ്ണയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് വെളിച്ചെണ്ണ ചൂടായപ്പോൾ നമ്മൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കടുകൊന്ന് പൊട്ടി വന്നപ്പോൾ നമ്മളതിലോട്ട് കറിവേപ്പിൻ്റെ ഇല ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അതാ വറ്റമുളക് ഇട്ടാ. അപ്പോൾ ഉണക്കമുളക്. അപ്പോൾ അതും അതിലോട്ട് 2-3 ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മളെ ബീട്രൂട്ട് പച്ചടിയിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതാ ബീട്രൂട്ടൊക്കെ കണ്ട അടിപൊളി കളറായിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമ്മളൊന്ന് മൂടി വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കണില്ല കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ടാണ് നമ്മളിത് ഇളക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഒന്ന് മൂടി വെക്കുകയാണ്. പെട്ടെന്ന് നമ്മളത് ഒഴിച്ച് കഴിഞ്ഞാൽ ഒന്ന് മൂടി വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. എന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ മൂടിയൊക്കെ ഇങ്ങനെ ഓപ്പൺ ചെയ്യണത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മളെ ബീട്രൂട്ട് പച്ചടിൻ്റെ റെസിപ്പി. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം മസ്റ്റായിട്ടും. അങ്ങനെ നമ്മളെ ബീട്രൂട്ട് പച്ചടിയൊക്കെ നല്ല അടിപൊളിയായിട്ട് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കണം. കുട്ടികൾക്കും വലിയവർക്കും എന്തായാലും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് എഴുതി അയക്കുക. അപ്പോൾ ഈ വീഡിയോ എന്തായാലും നിങ്ങളെ ഫാമിലി ഫ്രണ്ട്സൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ലൈക്കും കൊടുക്കാൻ പറയുക. പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ആ ബെല്ലൈക്കന് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ വരും. അപ്പോൾ അതും ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. അപ്പോൾ തീർച്ചയായിട്ടും ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.